റോൾ മോഡലായിട്ട് ഞാൻ അച്ഛനെയും അമ്മയും കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അമ്മയുടെ ഓർമ്മകളിലേക്ക് പോവാം. അമ്മയും ഉണ്ട്. എന്താ അമ്മ എങ്ങനെയായിരുന്നു? അമ്മ യഥാർത്ഥത്തില് തുടക്കത്തിലൊക്കെ ഞാൻ ഒരു അക്കാഡമിക്കലി മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. ഞാൻ ഈ പൊളിറ്റിക്സിലേക്കൊക്കെ പോകുന്നതിനോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നത് എൻ്റെ അമ്മയായിരുന്നു. കാരണം അവർക്ക് കൃത്യമായ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെ പോകണം, ഒരു കോളേജ് അധ്യാപിക ആകണം എന്നൊക്കെയുള്ളത് അവരങ്ങനെ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഞാൻ അന്ന് മുതലേ ഈ പറയുന്ന പോലെ വേണമെങ്കിൽ താൻ തോന്നിയായി പോയി എന്ന് വേണമെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് പറയാം. മഹാരാജാസ് കോളേജ് പോലുള്ള ഒരു ക്യാമ്പസിൽ വളരെ ശക്തമായ SFI നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ അവരെ സത്യത്തിൽ ഞാൻ അവരുടെ ഒരു അവസ്ഥ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അവർ ഭയപ്പെട്ടിട്ടുണ്ടാവും പലപ്പോഴും. അതുപോലുള്ള ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടി ഇപ്പം എനിക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു ഭയമുണ്ടല്ലോ, ആ ഭയം അവർക്ക് ചിലപ്പോൾ അന്ന് ഉണ്ടായിട്ടുണ്ടാവാം. പലപ്പോഴും ഫോൺ കോളുകളൊക്കെ പല കോളുകളും വരും, മകള് വീട്ടിലെത്തില്ല, മകളുടെ കൈയും കാലും തല്ലി ഓടിക്കും, KSUവിൽ ഇനിയും പ്രവർത്തിച്ചാൽ, KSUവിന്റെ കൊടി പിടിച്ചാൽ മകളെ ഇനിയും കാണാൻ പറ്റുമെന്ന് വിചാരിക്കില്ല. അപ്പം ഈ ഫോൺ കോൾ കിട്ടിയിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കോളേജിൽ നിന്ന് ചെല്ലുന്നത്. ചില ദിവസങ്ങളിലൊക്കെ ഇച്ചിരി ലേറ്റ് ആയിട്ടൊക്കെയാണ് ചെല്ലുന്നത്. കാരണം സംഘടനാ പ്രവർത്തനം, എന്തെങ്കിലും ഒരു മീറ്റിംഗ്, കോളേജിൻ്റെ അകത്തുള്ള മീറ്റിംഗ്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്.